മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ KSU MSF ഉന്നയിക്കുന്ന അതേ ആരോപണം SFIക്കുമുണ്ടോ? നിങ്ങളും മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. വടക്കൻ മലബാറിന്റെ കാര്യത്തിൽ സീറ്റ് ക്ഷാമം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുട്ടികളുടെ അടക്കം പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ രക്ഷിതാവുമുണ്ടല്ലോ. അപ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ MSFന്റെയും KSUവിന്റെയും അതേ പരാതിയാണോ നിങ്ങൾക്കുള്ളത്? ഈ ചർച്ചയിൽ നാം ഉന്നയിക്കുന്ന പ്രശ്നം വസ്തുതാപരമാണ് എന്ന അഭിപ്രായം തന്നെയാണ് SFIക്കുള്ളത്. എന്ന് വെച്ചാൽ SSLC പരീക്ഷയിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആവശ്യമായ +1 സീറ്റുകൾ മലബാർ മേഖലയിൽ നിലവിൽ ലഭ്യമല്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയോട് SFI യോജിക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭാവിയിൽ കൂടുതൽ ഉചിതമായ നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ് ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. KSUവിനും MSFനും മറ്റിതര വിദ്യാർത്ഥി സംഘടനകൾക്കും ഈ വിഷയത്തിലുള്ള നിലപാടല്ല SFIക്കുള്ള നിലപാട്. ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടേതായ രാഷ്ട്രീയ അജണ്ടകളുണ്ടാകാം, അവരുടെ താല്പര്യങ്ങളുണ്ടാകാം. ഈ വിഷയത്തിൽ SFIയുടെ താല്പര്യം SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരമുണ്ടാകണം എന്നുള്ള ഒറ്റ താല്പര്യമാണ്. അല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെതിരായൊരു സമരം കൊണ്ടുവരിക മറ്റൊരു താല്പര്യം. ആ താല്പര്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ +2 കോഴ്സ് അനുവദിക്കപ്പെട്ടതിന് ശേഷം, +2 സമ്പ്രദായം ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ മാറി മാറി ഭരിച്ച UDF LDF ഭരണകാലത്തെ നമ്മൾ പരിശോധിച്ചാൽ മലബാർ മേഖലയിലെ ഈ സീറ്റ് പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. എന്ന് പറഞ്ഞാൽ 2016 പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ദിവസം ആരംഭിച്ച പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണ്. കൃത്യമായി പറഞ്ഞാൽ 2011 മുതൽ 2016 വരെ UDF നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത്, അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തും ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. അതിനു മുമ്പ് ആന്റണിയും ഉമ്മൻചാണ്ടി സർക്കാരും നേതൃത്വം നൽകിയ 2001-2006 കാലഘട്ടത്തിലും ഈ പ്രശ്നമുണ്ട്. അന്നൊന്നും മലബാറിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആവശ്യമായ സീറ്റ് ലഭ്യമായിരുന്നില്ല. അക്കാലത്തൊന്നും MSFും KSUവും സമരം ചെയ്തിട്ടില്ല, SFIയും സമരം ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി ആ വിഷയത്തെ അന്ന് കാണാൻ ശ്രമിച്ചിട്ടില്ല. അതിൽ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല, ഘട്ടം ഘട്ടമായി അത് പരിഹരിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ ആകെ ഒരു സമരമായി ഉയർത്തിക്കൊണ്ടുവരാനല്ല അക്കാലത്തും ഇക്കാലത്തും ശ്രമിക്കുന്നത്. മലബാർ മേഖലയിലെ ഈ സീറ്റിന്റെ പ്രശ്നം അത് ഘട്ടം ഘട്ടമായി പരിഹരിക്കപ്പെടണം എന്നുള്ള നിലപാട് അന്നും ഞങ്ങൾക്കുണ്ട്. പക്ഷെ അന്ന് UDFന്റെ കാലത്ത് സമരം നടത്താത്തവർ ഇന്ന് സമരം നടത്തുന്നതോടുകൂടി അവർ LDF സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കോലാഹലം സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയം വസ്തുതാപരമായി ചർച്ച ചെയ്യുന്നില്ല. കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പ്രധാനമായും മുസ്ലിം ലീഗും MSFും ഈ സമരത്തിൽ നിലനിൽക്കുമ്പോൾ UDFന്റെ കാലത്ത് മുസ്ലിം ലീഗാണല്ലോ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. അക്കാലഘട്ടത്തിലും സീറ്റ് കുറവുണ്ടായിരുന്നില്ലേ? 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അന്നും അവസരം കിട്ടാതെ പുറത്തിരുന്നു. ഈ ചർച്ചയിൽ 4-5 പേരുള്ളത് കൊണ്ട് എത്രത്തോളം എനിക്ക് സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത റൗണ്ടിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ കാലയളവിലെയും സീറ്റ് പരിമിതികളുടെ കണക്ക് കൃത്യമായി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പൊ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഒരു സർക്കാർ കാലയളവിനെയാണ് ഞാൻ പരിശോധനയ്ക്ക് എടുക്കുന്നത്. 2011 മുതൽ 2016 വരെയുള്ളത്. 2011 66,445 അപേക്ഷകൾ വന്നു. അതിൽ 44,402 സീറ്റാണ് വിദ്യാർത്ഥികൾ ലഭ്യമായത്. 22,043 സീറ്റ് അന്നുണ്ടായിരുന്നില്ല. അബ്ദുൾ റബ്ബിന്റെ കാലത്തെ 1-ാം വർഷം അന്ന് KSU MSF സമരത്തിലുണ്ടായിരുന്നോ? 2012 72,632 അപേക്ഷകൾ വന്നു. അതിൽ 58,636 പേർക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. 13,996 വിദ്യാർത്ഥികൾ പുറത്തായിരുന്നു. അതേപോലെ 2013 73,376 അപേക്ഷകൾ വന്നു. അതിൽ 54,211 വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ ലഭിച്ചത്. 19,165 വിദ്യാർത്ഥികൾ അന്നും പുറത്തായിരുന്നു. 2014 77,834 അപേക്ഷകൾ വന്നു. 61,482 പേർക്ക് അഡ്മിഷൻ ലഭിച്ചു. അതിൽ 16,352 പേർ പുറത്തായിരുന്നു. 22,350 പേർക്ക് സീറ്റ് ലഭിച്ചില്ല. ശരിയാണ്, കണക്കുകൾ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.